വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രേരിപ്പിച്ച ഭാര്യയെ കുത്തിക്കൊന്ന ഭർത്താവിനെ കോടതി ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. പിഴയൊടുക്കിയില്ലെങ്കിൽ പ്രതി 1 വർഷം അധിക തടവ് അനുഭവിക്കണം. തിരുവനന്തപുരം വാമനപുരം അടപ്പുപാറ സ്വദേശിനി ലതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് ജയരാജിനെ തിരുവനന്തപുരം 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ആജ് സുദർശൻ ശിക്ഷിച്ചത്. കേസിലെ 2ഉം 3ഉം പ്രതികളും ജയരാജിന്റെ മാതാപിതാക്കളുമായ ജ്ഞാനശീലൻ, സുമംഗല എന്നിവരെ കോടതി വെറുതെ വിട്ടു. 2009-ലായിരുന്നു ലതയുടെയും ജയരാജിന്റെയും വിവാഹം. 3 വർഷം കഴിഞ്ഞും ഇരുവർക്കും കുട്ടികളുണ്ടായില്ല. ജയരാജിന്റെ പ്രശ്നം കൊണ്ടാണ് കുട്ടികളുണ്ടാകാത്തതെന്നും അതുകൊണ്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും ലത നിരന്തരം ജയരാജിനോട് പറഞ്ഞിരുന്നു. ഇതിൽ ജയരാജ് പ്രകോപിതനായി. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ജയരാജ് 2012 ഏപ്രിൽ 23-ന് ജോലിക്ക് പോയപ്പോൾ ലതയെ കൂടെ കൊണ്ടുപോയി. പുലർച്ചെ 5:30-ന് റബ്ബർ തോട്ടത്തിൽ വെച്ച ടാപ്പിംഗ് കത്തികൊണ്ട് ലതയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. രക്തം വാർന്ന ലത അബോധാവസ്ഥയിലാകുന്നതുവരെയും അവിടെ കാത്തുനിന്നു ജയരാജൻ. പിന്നീട് ലതയുടെ ശരീരം വീട്ടുമുറ്റത്തെത്തിച്ചു. പ്രതിയുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ വെള്ളം ഉപയോഗിച്ച് ലതയുടെ ശരീരം മുഴുവൻ കഴുകിയ ശേഷം പെന്തക്കോസ്ത് വിശ്വാസികളായ പ്രതിയും വീട്ടുകാരും മൃതദേഹത്തിനടുത്ത് പ്രാർത്ഥനയുമായിരുന്നു. നാട്ടുകാരാണ് ലതയെ ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ട് സമയമേറെ കഴിഞ്ഞിരുന്നു. കേസിൽ ഭർത്താവ് ജയരാജൻ ഇനി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. പ്രതി പിഴയൊടുക്കിയാൽ അത് കൊല്ലപ്പെട്ട ലതയുടെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.